അങ്ങനെ കേരളം തദ്ദേശത്തിന്റെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് മാസങ്ങൾക്ക് മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനായാണ്, മഹായുദ്ധത്തിനായാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെയാവും വോട്ട് ചെയ്യുക? തദ്ദേശത്തിന്റെ അതേ വോട്ടിംഗ് രീതി ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല, ഒരു തീർച്ചയുമില്ല. അങ്ങനെ നമുക്ക് പ്രവചിക്കാനും കഴിയില്ല. എന്നാലും ഇന്നും ഫലം വന്ന തദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കായിരിക്കും ഭരണം, അഥവാ ഇന്നത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലെ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പ്രവചിക്കാൻ ശ്രമിച്ചാൽ UDF എത്ര സീറ്റ് കിട്ടും, LDF എത്ര സീറ്റ് കിട്ടും, NDA എത്ര നേടുമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓർമ്മിക്കണം, ഇത് വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിലല്ല, സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഭരണം പിടിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഭരണം പിടിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വാർഡുകളുടെ പോലും കണക്കിലല്ല. തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനം മുനിസിപ്പാലിറ്റി, എത്ര മുനിസിപ്പാലിറ്റികൾ ഒരു പഞ്ചായത്തിന് കീഴിൽ LDF ഭരിക്കുന്നുണ്ടെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലും ആ പഞ്ചായത്തും അടങ്ങിയ കോൺസ്റ്റിറ്റ്യുവൻസി ആ പാർട്ടിയുടേതായിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയാണ് നമ്മളതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിലല്ല, വോട്ട് ഷെയർ ഇനിയും എത്തിയിട്ടില്ല. ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, തദ്ദേശത്തിന്റെ ഇതുവരെയും വന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലവിൽ ഏതൊക്കെ പഞ്ചായത്തുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കനുകൂലമായിട്ട് തീർന്നിട്ടുണ്ട്, ആ പഞ്ചായത്തുകളുടെ കണക്കനുസരിച്ച് നമ്മൾ നിയമസഭാ മണ്ഡലങ്ങളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് തദ്ദേശത്തിന്റെ വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലോ അന്തിമ കണക്കിന്റെ അടിസ്ഥാനത്തിലോ തയ്യാറാക്കിയതല്ല എന്നൊരിക്കൽ കൂടി പറയട്ടെ. ഇതുവരെ ലഭ്യമായ റിസൾട്ടുകൾ പ്രകാരം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം ഏത് മുന്നണിക്കാണ് ലഭിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സാധ്യത മാത്രമാണ്. ഭരണം കിട്ടുമ്പോഴും വോട്ട് ഷെയറിൽ ചില പഞ്ചായത്തുകളിലെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് റിസൾട്ടിനെ ബാധിക്കാം. ഇത് ഈ പ്രഡിക്ഷനിലെ ഒരു എററാണ്, ഒരു മാർജിനൽ എററായിട്ട് പ്രേക്ഷകർ കണക്കാക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ, കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? കാസർഗോഡ് നിന്ന് നമുക്ക് തുടങ്ങാം. AR സ്റ്റുഡിയോയിലേക്ക് ഇതാ കാസർഗോഡിന്റെ മാപ്പ് വരാൻ പോകുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? അതിനു മുമ്പ് നമുക്ക് 2021 എങ്ങനെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നും നമുക്ക് നോക്കാം. 2021 കാസർഗോഡ് ആകെയുണ്ടായിരുന്ന 5 സീറ്റുകളിൽ LDF ലഭിച്ചത് 3 സീറ്റും UDF ലഭിച്ചത് 2 സീറ്റുമാണ്. ഓർമ്മിക്കൂ, അന്ന് കാസർഗോഡ് 3 സീറ്റുകൾ LDF നിന്നു, UDF 2 സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി ഇന്നത്തെ തദ്ദേശത്തിന്റെ അതേ ഫലം 2026 നിയമസഭാ സീറ്റുകളിൽ ആവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അന്ന് 3-2 ആയിരുന്നത് ഇക്കുറിയും 3-2 തന്നെയാവും. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് LDF മുൻതൂക്കമോ UDF വലിയ തിരിച്ചടി ഉണ്ടാവില്ല. ഇക്കുറിയും അത് തന്നെയായിരിക്കും. പക്ഷേ NDA ഒരു സീറ്റ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കാസർഗോഡ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓർമ്മിക്കണം, കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ആര് ഭരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ LDF 3 സീറ്റ് ലഭിക്കും, UDF 1 സീറ്റ് നഷ്ടപ്പെടും, കാസർഗോഡ് NDA 1 സീറ്റ് നേടും. ഇതാണ് കാസർഗോഡ് നിന്ന് വരുന്ന ചിത്രം. ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോയാൽ 2021 കണ്ണൂരിൽ വോട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, കണ്ണൂരിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 9 ഇടങ്ങളിലും വലിയ തരംഗമായി മാറുകയായിരുന്നു. 2 ഇടങ്ങളിൽ മാത്രമാണ് കണ്ണൂരിൽ UDF വിജയിക്കാൻ സാധിച്ചത് 2021. ഇനി തദ്ദേശത്തിലെ ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ 2026 നിയമസഭയിലേക്ക് എത്ര സീറ്റ് കിട്ടാനാണ് സാധ്യതയെന്ന് നോക്കൂ. LDF അവിടെ നഷ്ടമാകുന്നത് 1 സീറ്റ് മാത്രമാണ്. ആകെയുള്ള 11 സീറ്റുകളിൽ LDF 8 സീറ്റുകൾ കണ്ണൂരിൽ നേടിയേക്കാം, UDF 3 സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. NDAക്ക് അവിടെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂരിലേക്ക് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 സീറ്റിന്റെ മാത്രം കുറവായിരിക്കും LDF കണ്ണൂരിൽ ഉണ്ടാവുക. ഇനി കോഴിക്കോട്ട് ജില്ലയിലേക്ക് വരാം. കോഴിക്കോട്ട് ഇത്തവണ UDF ഉശിരൻ പ്രകടനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തവണ ആകെയുള്ള 13 സീറ്റുകളിൽ LDF 11 സീറ്റും UDF ലഭിച്ചത് 2 സീറ്റുകളുമാണ് 2021 നിയമസഭയിലെ കണക്ക് പ്രകാരം. എന്നാൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ചാൽ 2026 ലഭിക്കാൻ സാധ്യതയുള്ളത്, കഴിഞ്ഞ തവണ 13 എന്ന സീറ്റിൽ നിന്ന് LDF 7 സീറ്റുകൾ വരെ നഷ്ടപ്പെടാം. 6 സീറ്റുകൾ മാത്രമേ LDF ലഭിക്കൂ, UDF 7 സീറ്റുകൾ വരെ വേണമെങ്കിൽ കോഴിക്കോട്ട് ലഭിക്കാം. അതായത് കോഴിക്കോട് ജില്ലയിൽ LDF 5 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കും എന്നർത്ഥം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നിയമസഭയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ്.
ഒരിക്കൽ കൂടി പറയുന്നു, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സീറ്റ് പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ 2021 ആകെയുള്ള 3 സീറ്റിൽ LDF 1 UDF 2 നേടിയത്. ഓർമ്മിക്കണം, 2021 ആകെയുള്ള 3-ൽ 1-2 എന്നായിരുന്നു വയനാട്ടിലെ 1-2 എന്നതായിരുന്നു വയനാട്ടിലെ കണക്ക്. ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നിയമസഭയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ വയനാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. 3-യിടത്തും UDF വിജയം നേടും. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഒക്കെ UDF തന്നെയായിരിക്കും വിജയിച്ചു കയറാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സീറ്റ് പ്രൊജക്ഷൻ നടത്തിയാൽ മനസ്സിലാവുക. ഇനി മലപ്പുറത്ത് നോക്കാം. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറ്റ് വാഷ് ആയിരുന്നു യഥാർത്ഥത്തിൽ മലപ്പുറത്ത് സംഭവിച്ചത്. ആകെ മലപ്പുറത്തുള്ള സീറ്റുകൾ 16 16 സീറ്റുകളിൽ മലപ്പുറത്ത് കഴിഞ്ഞ തവണ 4 ഇടത്ത് LDF-ഉം 12 ഇടങ്ങളിൽ UDF-ഉം വിജയിച്ചു. ഇക്കുറി തദ്ദേശം ആവർത്തിച്ചാൽ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും തൂത്തുവാരും. ഓർമ്മിക്കണം, പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു പ്രതിപക്ഷം പോലുമില്ല ഇടതുപക്ഷത്തിന് എന്നുള്ളതാണ്. ഇക്കുറി തദ്ദേശത്തിലെ തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ആവർത്തിച്ചാൽ മലപ്പുറത്തുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളും LDF-ന് ഒപ്പമായിരിക്കില്ല, UDF-നൊപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇനി പാലക്കാട്ടേക്ക് വന്നാൽ ആകെ 12 സീറ്റുകളാണ് പാലക്കാടുള്ളത്. 2021 LDF 10-ഉം UDF 2-ഉമാണ് നേടിയത്. അതായത് 2021 ഇടത് തരംഗത്തിൽ പാലക്കാട് പൂർണ്ണമായും 10 സീറ്റുകളും LDF-നോടൊപ്പം പോയി, 2 സീറ്റുകൾ മാത്രമേ UDF-ന് കിട്ടിയുള്ളൂ. ഇനി ഈ തദ്ദേശം ആവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? LDF-ന് 8 സീറ്റുകൾ വരെ ലഭിക്കാം, UDF-ന് 4 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. LDF-ന് 8, UDF-ന് 4 എന്നതാണ് പാലക്കാട്ടെ കണക്ക്. ഇനി നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ എത്ര ലഭിക്കും എന്നതുകൂടി പ്രേക്ഷകർ ഒന്ന് നോക്കൂ. തൃശ്ശൂരിലെ കണക്ക് 2021 ആകെ 13 സീറ്റുകളിൽ LDF 12 സീറ്റ് നേടി, UDF നേടിയത് 1 സീറ്റ് മാത്രമാണ്. എന്നാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നിയമസഭാ സീറ്റിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആകെയുള്ള 13 സീറ്റിൽ LDF 6, UDF 7 എന്ന നിലയിലായിരിക്കും. NDAക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അതായത് LDF-ന്റെ 6 സീറ്റുകൾ UDF ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇനി മെട്രോ നഗരം ഉൾപ്പെടുന്ന എറണാകുളം നഗരത്തിന്റെ കഥ നോക്കൂ. എറണാകുളത്ത് കഴിഞ്ഞ തവണ LDF 5, UDF 9 എന്നതായിരുന്നു കണക്ക്. ആകെയുള്ള 14 സീറ്റിൽ LDF 5, UDF 9. ഇനി ഇന്നത്തെ തദ്ദേശ വിധി നിയമസഭാ സീറ്റിൽ ആവർത്തിച്ചാൽ ആകെ സീറ്റിൽ 14-ൽ 14 UDF എടുക്കും എറണാകുളത്ത് എന്നുള്ളതാണ് തദ്ദേശത്തിന്റെ വിധി. നിയമസഭയിൽ അതേപടി ആവർത്തിക്കുകയാണെങ്കിൽ, ഒരിക്കൽ കൂടി പറയുന്നു, വോട്ട് വിഹിതമല്ല, ജയിച്ച പഞ്ചായത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വോട്ട് പ്രൊജക്ഷൻ ഈ സീറ്റ് പ്രൊജക്ഷൻ കണക്കാക്കുന്നത്. ഇടുക്കിയിലേക്ക് വന്നാൽ ആകെയുള്ള 5 സീറ്റിൽ 2021 LDF 4-ഇടത്തും UDF 1-ഇടത്തും മാത്രമാണ് വിജയിച്ചത്. തദ്ദേശം ആവർത്തിക്കുകയാണെങ്കിൽ LDF-ന് അവിടെ പരാജയമായിരിക്കും. ഇടുക്കിയിലെ ദേവികുളം മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ ഏറെക്കുറെ ടൈ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കുറി തദ്ദേശം ആവർത്തിക്കുകയാണെങ്കിൽ UDF 4-ഇടത്ത് വിജയിക്കും, ദേവികുളത്ത് പ്രവചനാതീതമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോട്ടയത്തേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ 2021 കോട്ടയത്തിന്റെ കണക്ക് ആകെ 9 സീറ്റിൽ 2021 LDF 5 സീറ്റുകൾ, UDF 4 സീറ്റുകളും നേടിയതാണ്. ഇക്കുറി തദ്ദേശം ആവർത്തിക്കുകയാണെങ്കിൽ കോട്ടയത്ത് LDF-ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകൾ നഷ്ടപ്പെടും. കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റിൽ നിന്ന് 1 സീറ്റായിട്ട് LDF ചുരുങ്ങും. കോട്ടയം LDF-നെ കൈവിടുമെന്നർത്ഥം. അതായത് ജോസ് കെ മാണി അടക്കം ഉണ്ടായിരുന്നതും തദ്ദേശം അതേപടി ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ. കോട്ടയം LDF-നെ കൈവിട്ടാൽ LDF-ന് 1, UDF-ന് 8 എന്നതായിരിക്കും കണക്ക്. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയാൽ ആലപ്പുഴ ജില്ലയിൽ 2021 കണക്ക് ആകെയുള്ള 9 സീറ്റുകളിൽ 8 സീറ്റുകളാണ് കഴിഞ്ഞ തവണ LDF നേടിയത്. 1 സീറ്റാണ് UDF സ്വന്തമാക്കാൻ സാധിച്ചത്. 2026 ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് 26-ൽ ആവർത്തിച്ചാൽ UDF മൊത്തം സീറ്റുകളും തൂത്തുവാരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സാധ്യത. LDF 6-ഇടത്ത് വിജയിക്കും, UDF 3-ഇടത്തും വിജയിക്കും ആലപ്പുഴയിൽ എന്നുള്ളതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആവർത്തിച്ചാൽ പോലും LDF-ന് അവിടെ മുൻതൂക്കമുണ്ടാകും. ഇനി പത്തനംതിട്ട ജില്ലയിൽ 2021 ആകെയുള്ള 5 സീറ്റിൽ 5 സീറ്റും ലഭിച്ചത് LDF-നാണ്. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പത്തനംതിട്ടയിൽ ആവർത്തിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ എന്തായിരിക്കും ലഭിക്കുക? പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കഴിഞ്ഞ തവണ 5-ൽ 5 ലഭിച്ചത് LDF-നാണെങ്കിൽ ഇക്കുറി 5-ൽ 5 ലഭിക്കാൻ സാധ്യതയുള്ളത് UDF-നായിരിക്കും. LDF-ഉം NDA-യും അവിടെ സംപൂജ്യരാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി ആവർത്തിക്കുകയാണെങ്കിൽ. കൊല്ലം ജില്ലയിലേക്ക് എത്തിയാൽ ആകെയുള്ള 11 സീറ്റുകളിൽ കഴിഞ്ഞ തവണ LDF നേടിയത് 9, UDF നേടിയത് 2. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി ആവർത്തിക്കുകയാണെങ്കിൽ
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 4 UDF-ന് 7 സീറ്റുകളാണ് നേടാൻ പോകുന്നത്. കൊല്ലം പോലെ ഇടത് കോട്ടയിൽ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം 2026 നിയമസഭയിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആവർത്തിച്ചാൽ UDF-ന് 7, LDF-ന് 4. ഇനി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയാൽ, തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിയാൽ 2021 ആകെയുള്ള 14 സീറ്റിൽ 13 പിടിച്ചത് LDF ആണ്. ഒരേ ഒരിടത്ത് മാത്രമാണ്, കോവളത്ത് മാത്രമാണ് UDF-ന് വിജയിക്കാൻ സാധിച്ചത്. ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി ആവർത്തിക്കുകയാണെങ്കിലും LDF-ന് വലിയ നഷ്ടം അവിടെ ഉണ്ടാകുമോ? നഷ്ടമുണ്ടാവും. ആകെയുള്ള 14-ൽ 13 ഉണ്ടായിരുന്നിടത്ത് LDF-ന് 7 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. UDF 4 NDA 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. NDA അങ്ങനെ വന്നാൽ 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. നിയമവും കഴക്കൂട്ടവുമായിരിക്കും NDAക്കൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളത്. നിലവിലുള്ള തദ്ദേശ വാർഡുകളുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ പ്രൊജക്ഷൻ. കാട്ടാക്കട മണ്ഡലത്തിൽ 3 മുന്നണികളും തുല്യനിലയിലായതിനാൽ ആർക്കും തൽക്കാലം ഇപ്പോൾ നമ്മൾ ഭൂരിപക്ഷം നൽകുന്നില്ല. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരുന്ന കേരളത്തിന്റെ കണക്കിലേക്ക് വരാം. 2021 ആകെ സീറ്റിൽ 140-ൽ 99 ഇടങ്ങളിലും LDF വിജയിച്ചിരുന്നു. ആ കണക്ക് LDF-ന് കൊടുത്ത ആത്മവിശ്വാസം ചെറുതല്ല. UDF 41 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. ഇനി 2026 തദ്ദേശത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലം അതേപടി ആവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കൂ. തദ്ദേശത്തിന്റെ അതേ ഫലമാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ കണക്കുകൾ നമ്മളോട് പറയുന്നു. ദേവികുളവും കാട്ടാക്കടയും ഒഴിച്ചു നിർത്തിയാൽ 138 മണ്ഡലങ്ങളിലെ സാധ്യത നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. ഇതായിരിക്കും 2026 സീറ്റ് പ്രൊജക്ഷൻ. UDF 86 ഇടങ്ങളിൽ, UDF 86 ഇടങ്ങളിലും LDF 49 ഇടങ്ങളിലും NDA 3 ഇടങ്ങളിലും വിജയിച്ചേക്കാം. നേമം, കഴക്കൂട്ടം, കാസർഗോഡ് എന്നീ 3 മണ്ഡലങ്ങളിൽ NDAക്ക് സാധ്യതയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ലഭിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സീറ്റ് പ്രൊജക്ഷൻ. UDF-ന് 2026 86 സീറ്റുകൾ വരെ നേടാം. 49 സീറ്റുകൾ വരെ LDF-ന് നേടാൻ സാധിക്കും. 3 സീറ്റുകളിലേക്ക് NDA വളരും എന്നുള്ളതാണ്. അതിൽ 3 എണ്ണത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു. ഒന്ന് കഴക്കൂട്ടമാണ്, ഒന്ന് നേമമാണ്, മറ്റൊന്ന് കാസർഗോഡാണ്. ദേവികുളവും കാട്ടാക്കടയും തൽക്കാലം നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്നു. അവിടെ നിലവിൽ ടൈ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതാണ് ഫൈനൽ പ്രൊജക്ഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുകയാണെങ്കിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്, വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. വോട്ട് വിഹിതം വരുമ്പോൾ LDF പക്ഷേ നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. നമ്മളിപ്പോൾ ആ വോട്ട് വിഹിതം ലഭിച്ചിട്ടില്ല. ഈ നിമിഷവും നമുക്ക് ലഭിച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്. ഫൈനൽ ടാലിയിൽ UDF-നായിരിക്കും മുൻതൂക്കം എന്നറിയുന്നു. UDF 86 സീറ്റുകൾ വരെ നേടിയേക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇതേ തരംഗം നിയമസഭയിൽ അലയടിക്കുകയാണെങ്കിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ, വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് ഇന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാക്കി വെക്കുന്ന UDF-ലെ പ്രവർത്തകർക്കും അണികൾക്കും ആവേശം നൽകുന്ന കണക്ക്. 86 സീറ്റുകൾ വരെ വേണമെങ്കിൽ തദ്ദേശത്തിൽ പിടിക്കാം UDF-ന്. അതേസമയം LDF-ന് 49 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകടനമാണ് 2026 ആവർത്തിക്കുന്നതെങ്കിൽ.